ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഫോക്സ് ടെയിലിന്റെ സൺസ്ക്രീൻ ഞാൻ വാങ്ങിയ ഒരു അൺബോക്സിംഗ് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് തൊട്ട് എനിക്ക് തന്നെ കമന്റ് ആണ്, ചേച്ചി സൺസ്ക്രീൻ എങ്ങനെയുണ്ട്, ഇതിന്റെ റിവ്യൂ ചെയ്യുമെന്ന്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ. അപ്പൊ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കണ്ടെങ്കിൽ ഇത് ഹെൽപ്ഫുൾ ആയി തോന്നണമെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കരുത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫോക്സ് ടെയിലിന്റെ സൺസ്ക്രീൻ. ഇത് ഞാൻ വാങ്ങിയത് 204 രൂപയ്ക്കാണ്. അതായത് 50 ml ആയിട്ട്, ഇത് 15 ml 204 രൂപയ്ക്ക്. 204 ശരിക്കും 250 അത്ര എന്തോ സംതിങ് ആയിരുന്നു. എനിക്കൊരു ഓഫറിന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് 204 കിട്ടിയതാണ്. എന്നാൽ എനിക്ക് അങ്ങനെ വലിയ ഓവർ പ്രൈസ് ആയിട്ട് തോന്നണില്ല. ഒരു നോർമൽ, ഒരു നല്ലൊരു സൺസ്ക്രീൻ ഉണ്ടാവുന്ന ഒരു നോർമൽ പ്രൈസ് 15 ml ആണ് ഈ ഒരു ബോട്ടിൽ വരുന്നത്. അപ്പൊ ഇതിൽ വരുന്നത് വിറ്റാമിൻ സി പ്ലസ് നിയാസിനമൈഡ് ആണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ സ്കിന്നിന് ഭയങ്കര അടിപൊളിയാണ്. അതായത് നമ്മുടെ സ്കിന്ന് ഗ്ലോ ആക്കാം, നമ്മുടെ പിഗ്മെന്റേഷൻ മാറ്റാം, ടാനിങ് മാറ്റാനൊക്കെ ഈ രണ്ട് കാര്യങ്ങളും അടിപൊളിയായിട്ട്. അപ്പൊ ആ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ സൺസ്ക്രീനിൽ മെയിൻ ആയിട്ട് അവർ മെൻഷൻ ചെയ്യണത്. പിന്നെ ഇതിൽ ഇവർ പറഞ്ഞേക്കണം ന്യൂജൻ യു വി ഫിൽറ്റേഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കണം. പിന്നെ PA4+ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഒരു ഗോൾഡൻ ഹവർ ഗ്ലോ എന്ന് പറയുന്നുണ്ട്. ആ ഒരു സാധനം ഇത് ഇടുമ്പോൾ തന്നെ നമുക്ക് കിട്ടും. ഒരു 75% ഒക്കെ ഒരു ഗ്ലോ തരാനായിട്ട് ഈ ഒരു സൺസ്ക്രീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഭയങ്കര ഗ്ലോ ഒന്നും എനിക്ക് തോന്നാറില്ല, എന്നാൽ ഇട്ട് കഴിയുമ്പോൾ ഒരു 75% ഒക്കെ ഒരു ഗ്ലോ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ തരുന്നുണ്ട്. എന്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ടൈപ്പ് ആണ്. അപ്പൊ എനിക്കാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസിയിലുള്ളൊരു സൺസ്ക്രീൻ ആയിരുന്നു ആവശ്യം. ഞാൻ ഡെർമയുടെ ആയിരുന്നു മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ഭയങ്കര ഡൗട്ട് അടിച്ചിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷെ ഇത് അത്യാവശ്യം നല്ലൊരു, ഭയങ്കര ക്രീമി അല്ല എന്നാൽ ഭയങ്കര ഫ്ലോയും അല്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് സൺസ്ക്രീൻ ആട്ടോ ഇത് വരുന്നത്. ഇതിന്റെ കൺസിസ്റ്റൻസി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു, ഈ ഒരു കൺസിസ്റ്റൻസി ആയിട്ട് ഈ ഒരു സൺസ്ക്രീൻ വരുന്നത്. ഭയങ്കര ക്രീമി അല്ല എന്നാൽ ഭയങ്കരമായിട്ടൊരു ഫ്ലോയി ടൈപ്പ് അല്ല. ഞാൻ ഓൾറെഡി സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ട്, എന്നാലും ഞങ്ങൾക്ക് ഒന്നും കൂടി ഇട്ട് കാണിച്ചു തരാം. ഇത് നമ്മുടെ ടു ടു ഫിംഗർ റൂളിൽ വേണം ഇടാനായിട്ട്. ഞാനിപ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിട്ട് ഇടാറ്. പിന്നെ നമുക്കിത് ബ്ലെൻഡ് ചെയ്യണ നേരത്ത് തോന്നും ഇതെന്തോ ചെറുതായിട്ടൊരു വൈറ്റ് കാസ്റ്റ് ഉണ്ടോന്ന്. നമുക്കിത് ബ്ലെൻഡ് ചെയ്യണ നേരത്ത് തോന്നും, പക്ഷെ ഇത് ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫീൽ ഉണ്ടാവില്ല. നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ സെറ്റ് ആവുന്നുണ്ട് ഇത്. അപ്പൊ ഇതിൽ ഇവർ പറയണ ഓൾ സ്കിൻ ടൈപ്പ് എന്നാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ്. പക്ഷെ എനിക്കൊന്നും ഒന്നും ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും ഓക്കെ ആവുന്നു. കാരണം നോർമലി നമ്മൾ ഡ്രൈ സ്കിന്നിന് ഭയങ്കര ക്രീമി ആയിട്ടുള്ളതും അതുപോലെ ഓയിലി സ്കിന്നിന് ഒരു ജെൽ ടൈപ്പ് ആയിട്ടുള്ള സൺസ്ക്രീൻ ഒക്കെ യൂസ് ചെയ്യാം. ഇത് രണ്ടിന്റെ ഒരു മിക്സ് ആണ്. ഭയങ്കര ക്രീമി അല്ല എന്നാൽ ഭയങ്കര ഓയിലി അല്ല. ഒരുവിധം കുഴപ്പമില്ലാത്ത സ്കിന്നുകാർക്കൊക്കെ സെറ്റ് ആയി പോകുന്നതാണ് എന്റെ ഒരു വിശ്വാസം. പിന്നെ ഈ ഇവരെന്നെ പറയുന്നുണ്ട് പാറ്റ് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഏതൊരു ന്യൂ പ്രൊഡക്ട്സ് യൂസ് ചെയ്യുമ്പോൾ എല്ലാവരും ഒന്ന് പാറ്റ് ടെസ്റ്റ് ചെയ്യുക. എന്റെ സെയിം സ്കിൻ ആണെങ്കിലും എല്ലാവരുടെ സ്കിന്നും ഒരുപോലെ ആവണമെന്നില്ല. ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലും എല്ലാവരുടെ സ്കിന്നും വേറെ വേറെ അലർജി ഇഷ്യൂസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടാവണതുകൊണ്ട് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക എപ്പോഴും നല്ലത്. അപ്പൊ ഓവറോൾ ഈ ഒരു സൺസ്ക്രീനിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ട് നല്ല ജെന്റിൽ ആയിട്ടുള്ള ഒരു അടിപൊളി സൺസ്ക്രീൻ. കാരണം പെട്ടെന്ന് നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവും. നമുക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇതിട്ട് കുറെ നേരിട്ട് ഫേസിൽ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് ഇത് അബ്സോർബ് ആവും. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഒരു ആഗ്രഹമില്ലേ, ഒരു ചെറിയൊരു ഗ്ലോ. അതായത് ഇപ്പൊ ഞാനാണെങ്കിലും ഡെയിലി മോയ്സ്ചറൈസ്ഡ് സൺസ്ക്രീൻ അല്ലാണ്ട് യൂസ് ചെയ്യാറേ ഇല്ല. ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എക്സ്ട്രാ എന്തെങ്കിലും ഒരു സ്ട്രോക്ക് ക്രീമോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യുക. നോർമലി ഇപ്പൊ കോളേജിൽ പോവാ, പുറത്ത് പോവാ, അപ്പോഴൊന്നും നോർമൽ ഒന്നും നമ്മൾ യൂസ് ചെയ്യില്ല. അപ്പൊ നമുക്കൊരു ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും യൂസ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ ഈ ഒരു സൺസ്ക്രീൻ നമുക്കത് തരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിലൊരു സാറ്റിസ്ഫൈ ആയല്ലോ. നമ്മുടെ നോർമലി ഡെയിലി ലൈഫിൽ അതൊരു ഭയങ്കര സാറ്റിസ്ഫൈങ് കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഒരു ചെറിയൊരു ഗ്ലോ, ഭയങ്കര ഗ്ലോ ഒന്നും ഇല്ല കേട്ടോ, ഒരു 70% ഒക്കെ ഗ്ലോ. ഇപ്പൊ ഞാൻ ആ ഇടണ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിന് വരുന്ന ഒരു ഇൻസ്റ്റന്റ് ആയിട്ടൊരു ഗ്ലോ. അത് കുറെ നേരം അത്യാവശ്യം നന്നായി ലോങ് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സൺസ്ക്രീൻ അടിപൊളിയാണ്. അപ്പൊ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാട്ടോ, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, അത്യാവശ്യം നന്നായി പെർഫോം ചെയ്യും, ഒരു ഗ്ലോ തരും. അത്യാവശ്യം നല്ല ഒരു സൺസ്ക്രീനിന് വേണ്ട എല്ലാ ഗുണങ്ങളും ഉണ്ടെന്ന് ഞാൻ എനിക്ക് ഫീൽ ചെയ്തു ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കോ. ഞാൻ ലിങ്ക് ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ആക്കുക, ചാനൽ സബ്സ്ക്രൈബ് ആക്കുക, ഒന്നും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. അപ്പൊ ഞാൻ അതിന് റിപ്ലൈ തരാം കേട്ടോ. ബൈ ഫ്രണ്ട്സ്.